ഡ്രിങ്ക്സിന്റെ ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റിലേക്ക് കിടക്കാം. അളിയാ ഈ വേണു ആരാന്നറിയാവോ? ഈ അമൃത ടിവിയുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന പരിപാടിയില്ലേ, എന്റെ താര വിളയാട്ടം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിനകത്ത് ഫിഗർ ഷോ ചെയ്ത് നല്ല കയ്യടി മേടിച്ച ആളാ അത്. അടിപൊളിയായിരിക്കുള്ളൂ. അടിപൊളി. ഇങ്ങോട്ട് വരാൻ പോണ ആദ്യം മോഹൻലാൽ വരും. മോഹൻലാൽ വരാൻ പോണു. കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഇതല്ലേ ഇതോ ഇതോ വേണുവല്ലേ? വേണു ചേട്ടോ ഹാൻസ് വെച്ചോ. കുടുംബമായിട്ടൂടെ ഒരു പരിപാടിക്ക് വന്നിട്ട് ഹാൻസും വെച്ച് അവൻ വിളയാടാണ് അവിടെ നിന്ന് തുപ്പടാ. അതെ ചുമ്മാ മോഹൻലാലിന് ഫീർ പിടിച്ചായിരുന്നു. മോഹൻലാലിന് ഫീർ പിടിച്ചു. ഇതാണ് മോഹൻലാല്. അടാ ഇത് എന്താ പറ്റി? അല്ല ഗൾഫിലൊക്കെ കളിച്ചപ്പോ കറക്റ്റ് ഫിഗർ ആണ്. ഇതിപ്പോ എന്നാ പറ്റി? കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഷുഗറുണ്ടോ? ഷുഗർ 300. ആ ഷുഗർ വന്നതാ. അല്ലെങ്കിൽ നല്ല തടിയുള്ള ആളാണ്. കവളൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. അതായിരിക്കും. ശരിയല്ല മോഹൻലാൽ. അത് ശരിയായില്ല. അത് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മാസ്റ്റർ പീസ് അങ്ങ് ചെയ്യേ. എൻജോയ്മെന്റ് വെറുതെ ഉഗ്രനൊരു സാധനം വരുന്നുണ്ട്. ഏതാ? വേണു നാഗവള്ളി. അപ്പൊ വരാൻ പോകുന്നു വേണു നാഗവള്ളി. അടിപൊളി. വള്ളി തൂങ്ങിയാണോ? വള്ളി തൂങ്ങിയാണ്. വള്ളി ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു ചാരു ചിത്രം വരയ്ക്കുന്നു. ആദ്യം ഹാൻസ് വെച്ചിട്ട് വന്നു. ഇപ്പൊ അവൻ മുറുക്കിയിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നൊരു ഫംഗ്ഷന് അവനെ ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. മുറുക്കിയില്ല അവനെ. ഞാൻ മറ്റേ ഫിഗർ കാണിക്കുമ്പോ ഫിഗറിന് അങ്ങനെ നിനക്ക് പ്രഷർ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. അതാ മുഖം കിടന്ന് വരയ്ക്കുന്നുണ്ട്. ഇതൊന്നും ഒരു എൻജോയ്മെന്റ് അല്ലേട്ടാ. ഇത് നീ വേണ്ട, ഇത് വേണ്ട. അമൃത ടിവിയിൽ പോയെന്ന് പറഞ്ഞ അല്ല വേറൊരു പരിപാടിയുണ്ട്. വേറെ ആളെ റെക്കമെൻഡിൽ പോയതാ. വേറെ ആളെ റെക്കമെൻഡിൽ പോയതാ. ഫയർ അറിയല്ലേ? ഈ ഇന്നത്തെ ദിവസം മൂടൗട്ടാവും. നല്ലൊരു ട്രിപ്പ്. കരയില്ല. നന്നായിട്ട് ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ പെട്ടെന്ന് തവാവും പോലെ. നീ ഒരു കാര്യം ചെയ്യ്, കരയല്ലേ. നീ ആ ഫയർ ഡാൻസ് ചെയ്യാവോ? ഇല്ല അവരൊന്നും പറയില്ല. ഇല്ലെന്ന് ഞാൻ പറഞ്ഞോളാം. ഫയർ ഡാൻസ് ചെയ്യേ കേട്ടോ. റെഡിയാകും. ഒരു അടിപൊളി പരിപാടിയാണ് വരുന്നത്. ഫയർ ഡാൻസ്. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങളിത് വീട്ടിൽ ചെന്ന് അനുകരിക്കരുത്, പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാ. അവൻ ചെയ്യുമോ? ഇത് കണ്ടോ? നമുക്ക് വന്നത് നോക്കിയോ. അവര് ഭക്ഷണം കഴിക്കാൻ പോയി. ഞാനും എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്ക് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സൂപ്പ് എന്തേ? എങ്ങനെയുണ്ട് ഫുഡ്? തണുപ്പായ പിടുത്താണല്ലോ അല്ലേ? ചൂടങ്ങ് പോയി. ഇത്ര അടിച്ചിട്ട് പിടുത്താൻ അല്ല ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ നീ വേണേ മണ്ണ തുപ്പിട്ട് അടുത്തടുത്ത്. ഇനി ഇവന്റെ കോക്കാൻ വെച്ച് കാണാനൊന്നും ഞാനില്ല. എല്ലാരും കഴിച്ചു കഴിഞ്ഞോ? നിങ്ങൾ വന്നിരിക്കുന്നു. അവൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ തുടങ്ങാം. ഒന്നോടെ തുടങ്ങാം കേട്ടോ. അപ്പൊ
അതെ അവർക്ക് ഉറക്കം വരുന്നുണ്ട്. അവർ പോയി കിടന്നു. നാളെ ചെയ്യാം. ഇനി ഇങ്ങനെ കാണിച്ചിട്ട് തുപ്പാന്നോ? വേണ്ട വേണ്ട കേട്ടോ, നാളെ ചെയ്യാവേ കേട്ടോ. എന്താ വലിയേട്ടാ ഇത്? എന്തുവാ ഇത്? മാറിപ്പോയല്ലേ, സോറി. നീ എവിടെയായിരുന്നു? ഉഫ്. ചേച്ചി കറണ്ട് കൂറ്റി കടിച്ചു. ഓടിപ്പോയിട്ട് കാര്യമില്ല. ആ ഭക്ഷണത്തിന്റെ വയറി പിടിക്കാൻ അതെ വെള്ളം കൊണ്ടുപോകണം കേട്ടോ. എനിക്കും പറ്റി ആവശ്യത് ബക്കറ്റോടെ കൊണ്ടുപോയി എനിക്ക് പിന്നെ പോകും. നാ. ഇങ്ങേർക്കൊന്നും ഉറക്കവും ഇല്ല. എന്റെ അച്ഛാ, ഇതൊന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ കെട്ടി എഴുന്നോളിച്ചോണ്ട് വന്നത്? പോട്ടെ. അതെ നീ എഴുന്നേക്കൂല. ആർക്കറിയാം? എഴുന്നേക്കരുത്. ഞാനല്ല പറഞ്ഞേ, ഇത് പെണങ്ങല്ലേ. ഞാൻ ഒന്നുമില്ലാന്നേ, നിലാവത്ത് ജെസ്സിയൊക്കെ അവൻ എന്താ പറഞ്ഞു. എന്താ ജിസി? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ളാവാവ. ഇപ്പൊ വീട്ടിൽ പോയേക്കാം. ഇപ്പൊ വീട്ടിൽ പോണം. ഇനി എന്ത് ചെയ്യും? ഇതിനങ്ങനെ നാശം പിടിക്കാനായിട്ട് ഈ അളിയന്മാരെ കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നീ വന്നേ, നീ വിഷമിക്കല്ലേ. വേണ്ട, ഞാൻ ഇനി എങ്ങോട്ടും എടി, വരില്ല. ഞാൻ പറഞ്ഞ നീ കേക്ക്. വേണ്ട, എപ്പോ എവിടെ പോണല്ലോ എല്ലാരും കൂടെ എന്തിനാ കെട്ടിയാന്ന് വിളിച്ചോണ്ട് പോണേ? ഞാൻ പറഞ്ഞ കേക്ക്. അതെ, ഞാൻ ഗൾഫിൽ നിന്ന് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ, അതിനകത്ത് സ്ക്രാച്ച് ആൻഡ് വിന്നർ അടിച്ചിരിക്കണ എനിക്കാ. ഒരു മാസം സിംഗപ്പൂരിലേക്ക് നമുക്കൊരു ടൂറ്. സത്യം? സത്യം ആണോ? ആ, ഒരു മാസം. ഒന്നുമില്ല. ഒരു മാസം സത്യം. ചേട്ടാ, ചേട്ടാ, ചേച്ചി, സുസി. ഓ, അതെ ഇപ്പൊ ഈ അളിയൻ എന്നെല്ലാം പരിപാടി ഉണ്ടാക്കി വെച്ചാണെന്നറിയോ? നമ്മളിപ്പോ ഇവിടെ ടൂർ കൊണ്ടുവന്നില്ലേ, ഇവിടുന്ന് ടൂർ പോയി നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മാസത്തേക്ക് സിംഗപ്പൂർ ടൂർ പോവാണ്. ഒരു മാസത്തേക്ക് സിംഗപ്പൂർ ടൂറാ? അതെ, അത് വിമാനത്തിലാണ് കൊണ്ടുപോണത്. വിമാനത്തിലാ? അളിയ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പ് ഞങ്ങൾക്ക് തരണം. എന്തിനാ? ഞങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കണ്ടേ?